കേരളത്തിന്റെ വില്ലനെ നോക്കി വന്ന എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ മുമ്പിലുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ പുള്ളി എഴുതുന്നതും പുള്ളി കാണിക്കുന്നതും എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് കറക്റ്റായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ എത്തുന്നുണ്ട്. അതിന്റെ പുറകെ സഞ്ചരിക്കാൻ കുറേ ആൾക്കാരുമുണ്ട്. മിസ്റ്റർ MV നികേഷ് കുമാർ. നമ്മൾ ഇലക്ഷൻ സമയത്ത് നികേഷിന്റെ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊങ്ങികൾ നികേഷ് ഏട്ടനെയും കമ്മികളെയും കളിയാക്കും. മിസ്റ്റർ കനഗോലു, ഈ കൊനഗൂലു ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് കമ്മികൾ കൊങ്കികളെയും കളിയാക്കാറുണ്ട്. നമുക്കിനി വിഷയത്തിലേക്ക് വരാം. ശ്വേതാ മേനോൻ ഇഷ്യൂ. ഈ ശ്വേതാ മേനോൻ ഇഷ്യൂ തുടങ്ങുന്നത് ഇന്നും ഇന്നലെയൊന്നുമല്ല. ശ്വേതാ മേനോൻ ഈസ് എ കോൺട്രവേഴ്ഷ്യൽ ഫിഗർ. 2004 ശ്വേതാ മേനോൻ, എനിക്ക് തോന്നുന്നു, മറ്റേ ത്രിവർണ്ണ പതാക പൊതിഞ്ഞുകൊണ്ട് രാജ്യസ്നേഹം കാണിക്കാൻ നോക്കി. പക്ഷെ അതിനെതിരെ ഒരു കേസ് രജിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നു 2004. ആ കേസിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ആവട്ടെ, അവിടെ നിൽക്കട്ടെ. ഒരു കാര്യം പറയട്ടെ, ശ്വേതാ മേനോന് പടങ്ങൾ വളരെ കുറവാണ്. അത് എടുക്കാത്ത കൊണ്ടാണോ അല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കാത്ത കൊണ്ടാണോ അതൊന്നും എനിക്കറിയില്ല. അത് അവരുടെ പ്രൊഫഷണൽ ഇഷ്യൂ, അതെനിക്കറിയില്ല. 2025 ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക്. ഈ ഫസ്റ്റ് വീക്ക് ഭയങ്കര കോൺട്രവേഴ്ഷ്യലാണ് ഇന്ത്യയിൽ. കുറേ കാര്യങ്ങൾ നമ്മളുടെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന സംഭവങ്ങളാണ് ആദ്യത്തെ ആഴ്ച നടന്നത്. അതിൽ കേരളത്തിന്റെ മനസാക്ഷിയെ വരെ നോക്കി നിർത്തിക്കൊണ്ട് നടത്തിയ ഒരു ഗൂഗിൾ സെർച്ച് ഉണ്ട്, ശ്വേതാ മേനോൻ ഹോട്ട് വീഡിയോ. ഇത് നടത്തിയിരിക്കുന്നത് ഒരു പ്രത്യേക മാധ്യമത്തിലെ റിപ്പോർട്ടറാണ്, അല്ല ഓൺലൈൻ മാധ്യമത്തിലെ റിപ്പോർട്ടർ, അങ്ങനെ ഞാൻ പറയുള്ളൂ. അവന്റെ എക്സ്പോസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ മാർട്ടിൻ മെനാച്ചേരി സാറ് എനിക്ക് ക്ലാസ് എടുത്തു തന്നാണ്, എൻ്റെ ക്ലാസ് സാറും കേട്ടതാണ്. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി വരരുത് സാർ എന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ട് വീണ്ടും നമുക്ക് തുടരാം. അപ്പോൾ ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ശ്വേതാ മേനോന്റെ രതിനിർവേദം, പാലേരി മാണിക്യം, പിന്നെ ഏതോ കോണ്ടത്തിന്റെ പരസ്യം, ഇതെല്ലാം ഓൺലൈനിൽ സർക്കുലേറ്റ് ചെയ്യുന്നു. അത് നമ്മളുടെ പുതുതലമുറയെ നശിപ്പിക്കും, നമ്മുടെ മോറൽ വാല്യൂസിനെ ചോദ്യം ചെയ്യും. ഏത് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് ചെയ്ത പടങ്ങളിലെ സീനുകൾ, അത് കേസ് കൊടുക്കുന്നു, കേസ് രജിസ്റ്റർ ആവുന്നു. ഇതെല്ലാം നടക്കുന്നത് അമ്മ ഇലക്ഷന് മുമ്പാണ്. അപ്പോൾ എങ്ങും പിക്ചറിലില്ലാത്ത, കൂടുതൽ പടങ്ങളൊന്നും അധികം ചെയ്യാത്ത, അല്ലെങ്കിൽ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള പടങ്ങൾ മാത്രം ചെയ്യുന്ന ശ്വേതാ മേനോൻ വീണ്ടും ലൈം ലൈറ്റിലേക്ക് വരുന്നു. ഗൂഗിൾ സെർച്ച് പീക്ക്. കാരണം സകലമാന ആളുകളും പ്രായഭേദമന്യേ പോയി സെർച്ച് ചെയ്ത് ഗൂഗിളിൽ അത് ട്രെൻഡിങ് ആയിരുന്നു ഒരു സമയത്ത്. ആ ട്രെൻഡിങ് ആവുന്ന സമയത്താണ് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി വിവാദം വരുന്നത്. വോട്ട് ചോരി വിവാദമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ഗൂഗിൾ ട്രെൻഡിങ് സെർച്ച് കേരളത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു തേങ്ങ ഉണ്ടായില്ല. കാരണം ഈ സാധനമായിരുന്നു അന്ന് ഗൂഗിളിന്റെ അങ്ങനെ ടോപ്പ് പ്രയോറിറ്റി ട്രെൻഡിങ്ങിൽ പോകുന്നത്. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ. അപ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാനന്ന് വീഡിയോ ചെയ്തിരുന്നു. അപ്പം അന്ന് തന്നെ കുറേ പേര് വന്ന് തെറി വിളിച്ചു. കുഴപ്പമില്ല, ഞാൻ സഹിച്ചു. ഇതിനുശേഷമാണ് ഓഗസ്റ്റ് 15 അമ്മയുടെ പ്രസിഡന്റായിട്ട് നമ്മുടെ ശ്വേതാ മേനോൻ ജയിക്കുന്നത്. എതിര് നിൽക്കുന്നത് നമ്മുടെ ദേവൻജി. ഇവർ രണ്ടുപേരുടെ രാഷ്ട്രീയം നമുക്ക് എന്താണെന്നറിയാം. പക്ഷേ ഇതെല്ലാം ഒരു സ്ക്രിപ്റ്റിന്റെ ഭാഗമാണോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഇതിനെല്ലാം ഇങ്ങനെ ശരിവെച്ചുകൊണ്ടുള്ള പല പരിപാടികളുമാണ് ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പുറകിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു സംഘം ആളുകളുണ്ട് എന്നുള്ളത് ഏത് കൊച്ചു കുഞ്ഞിനും ഈ ഡോട്ടുകൾ കൂട്ടി വായിച്ചാൽ മനസ്സിലാകും. ഫസ്റ്റ് മാഡം പത്മജ മേനോൻ നമ്മുടെ BJPയുടെ സംസ്ഥാന ഭാരവാഹിയാക്കിയാണെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാരിയാണ് ആദ്യം ഒരു പടക്കം പൊട്ടിച്ചത്. ഒരു 15 കോടി രൂപ ശ്വേതയുടെ വിശ്വാസ്യതയില് അദാനി ഗ്രൂപ്പ് ഇവരുടെ കുറെ പരിപാടികളുണ്ട്, ദക്ഷിണ ഓൺലൈൻ മാധ്യമത്തിന് 15 കോടി അമ്മയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. അത് ശ്വേതാ മേനോന്റെ വിശ്വാസത്തിൽ. ശ്വേതാ മേനോന്റെ വിശ്വാസത്തിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ഡൗട്ടാവും നമുക്ക്. ഈ ശ്വേതാ മേനോന് ഇത്രയും അദാനി വരെ എത്തുള്ള ബന്ധങ്ങൾ, അത് ശ്വേതാ മേനോനാണോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ആണോ, അല്ലെങ്കിൽ ശ്വേതാ മേനോനായിട്ട് കൂടുതൽ അടുത്ത് പെരുമാറുന്ന അല്ലെങ്കിൽ അടുത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ അടുത്ത കൂട്ടുകാർക്കാണോ എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ്. നമുക്ക് നമ്മുടെ ഇലക്ഷനിലേക്ക് പോവാം. ഇലക്ഷൻ ക്യാമ്പയിൻസ്. ഒരു സ്ഥലത്ത് നികേഷ് കുമാർ, മറ്റിടത്ത് കനഗോലു. കനഗോലുവിന്റെ ടീം നികേഷ് കുമാറിനെ ട്രോളുന്നു, നികേഷ് കുമാറിന്റെ ടീം കനഗോലുവിനെ ട്രോളുന്നു. ഇവിടെ അപ്പോഴും 2 പേരേ ഉള്ളൂ. എന്താ, മൂന്നാമതൊരു മനുഷ്യൻ ഇല്ലേ? നിങ്ങൾക്കെല്ലാം തെറ്റിയ ഒരു വലിയ കാര്യമുണ്ട്. ഈ കേരള സമൂഹത്തെ നമ്മൾ ഇങ്ങനെ കാർന്ന് തിന്നുന്ന ചില പ്രത്യേകതരം വർഗീയ സങ്കര ജീവികളെല്ലാം ഇന്ന് കേരളത്തിൽ സജീവമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഓൺലൈൻ മാധ്യമ മേഖലയിൽ ഇതിലേക്ക് വരുന്ന ഫണ്ടിങ് ഉണ്ട്. ഈ ഫണ്ടിങ്ങിൻ്റെയൊക്കെ സോഴ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അത് നിങ്ങൾ നോക്കി പോവേണ്ടതാണ്. പ്രത്യേകിച്ച്
ഇപ്പോൾ ഈ നടിമാർ നടക്കുന്നതും നടിമാർ തലകുത്തി മറിയുന്നതും നടിമാർ ജിമ്മിലേക്ക് പോകുന്നതും നടിമാരുടെ മറ്റ് സ്വകാര്യ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളും ഓൺലൈൻ പേജുകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന വ്യൂസ്, അവർക്ക് കിട്ടുന്ന എൻഗേജ്മെൻ്റ് ഒക്കെ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് വലിയൊരു റാക്കറ്റായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇതിലേക്ക് ആദ്യം വന്ന ആളുകളൊക്കെ ഇപ്പോൾ എലിമിനേറ്റ് ആയി. ഇപ്പോൾ ചിലർ മാത്രം ഇതിലേക്ക് ഇറങ്ങി. ഇലക്ഷൻ വരുമ്പോൾ ഇവരൊക്കെ പക്ക രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്യുന്നു, കൂടുതൽ ആൾക്കാരെ കൈയടി നേടുന്നു, കൂടുതൽ പ്രൊപ്പഗാൻഡ ആൾക്കാരിലേക്ക് എത്തുന്നു, കൂടുതൽ നറേറ്റീവ്സ് ആൾക്കാരിലേക്ക് എത്തുന്നു. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ എനിക്ക് കുറേ ഉപദ്രവങ്ങൾ ഉണ്ടാവാം, പക്ഷേ ഇത് അറിയേണ്ടത് നിങ്ങളാണ്. BJPയുടെ ക്യാമ്പയിൻ ചെയ്തത് ആരാണ്? 1, 2 വരാഹിയാണ്. ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി. ഈ കമ്പനിയുടെ കേരളത്തിൽ ആരാണ് എക്സിക്യൂട്ട് ചെയ്തത്? മിസ്റ്റർ വൺ ആൻഡ് ഓൺലി ഒടിയൻ ശ്രീകുമാർ മേനോൻ. അദ്ദേഹമാണ് ഇതിന്റെ ചെയ്തത്. അപ്പൊ അദ്ദേഹം CPM-നും വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്, കോൺഗ്രസിനും വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്, BJPക്ക് വേണ്ടി കൂടുതൽ പണിയെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ BJPയുടെ മെയിൻ സ്ട്രീം ക്യാമ്പയിൻ ഹാൻഡിൽ ചെയ്തിരുന്നത് മിസ്റ്റർ ശ്രീകുമാർ മേനോൻ ആയിരുന്നു എന്നുള്ളതായിരുന്നു മറ്റൊരു കോമഡി. ഇതിപ്പോൾ പലർക്കും മനസ്സിലാവില്ല എന്താ സംഭവം എന്നുള്ളത്, പക്ഷേ ഇതെല്ലാം ഫുള്ളി കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ BJP ക്യാമ്പയിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. ഫണ്ടിങ് സോഴ്സും എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അപരൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സ്ട്രാറ്റജിക് കൺസൾട്ടന്റ് ആയിട്ട് നിന്നിരുന്നത് ശ്വേത മേനോന്റെ ഹസ്ബൻഡാണ് നമ്മുടെ BJPക്ക് വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ നമ്മുടെ ശ്രീവത്സൻ സാറിൻ്റെ പ്രൊഫഷൻ എന്താണ്? ഈസ് എ മീഡിയ പ്രൊഫഷണൽ. ജിയോ പൊളിറ്റിക്സ് ഒക്കെ താല്പര്യമുള്ള മീഡിയ പ്രൊഫഷണൽ, പൊളിറ്റിക്കൽ കൺസൾട്ടിംഗ് ഒക്കെ നടത്തുന്ന മീഡിയ പ്രൊഫഷണൽ, അല്ലെങ്കിൽ മീഡിയ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്ന മീഡിയ പ്രൊഫഷണൽ. അപ്പോൾ സാർ ഇവിടെ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് വർക്ക് ചെയ്തിരുന്നോ എന്നുള്ളതാണ് ചോദ്യം നമ്പർ 1. ഇതിനുള്ള ഉത്തരം പറയേണ്ടത് ഞാൻ. ഈ സ്റ്റോറി ഇവിടെ നിൽക്കട്ടെ. ഇതിങ്ങനെ പോകും. മലയാളികളുടെ പോപ്പ് കൾച്ചറിൽ, അല്ലെങ്കിൽ നമ്മളുടെ മലയാളികളുടെ നോർമൽ ജീവിതത്തിൽ ഈ സിനിമ എന്ന് പറയുന്ന സാധനത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഇല്ല എന്ന് മാത്രം പറയരുത്, അത് സ്വാഭാവികമാണ്. അപ്പം നമ്മൾ മലയാളികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന മേഖലയാണ് സിനിമാ മേഖല. അത് കൺട്രോൾ ചെയ്യപ്പെടേണ്ടത് ചിലരുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. 15 കോടി രൂപ ശ്വേതയുടെ വിശ്വാസ്യതയില് അദാനി ഗ്രൂപ്പ് ഇവരുടെ കുറെ പരിപാടികളുണ്ട്. ദക്ഷിണ അങ്ങനത്തുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സിനിമാ രംഗത്തുണ്ടായിരുന്ന ആൾക്കാർക്ക് കരുതലായിട്ട് കൊടുക്കും. അപ്പോൾ അതിനുള്ള ഒരു തുറുപ്പ് ചീട്ടായിരുന്നു ശ്വേത. മിക്കവാറും ശ്വേത അടുത്ത 2029 ഇലക്ഷനിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കാൻഡിഡേറ്റ് ആയിട്ട് വരും. സ്വാഭാവികം. അന്ന് നിങ്ങൾ ഈ വീഡിയോ ഒന്നും കൂടി വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡോട്ടുകളെല്ലാം കൂട്ടിയിണക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഒടിയൻ ചേട്ടൻ എല്ലാത്തിലും പോയി തലയിട്ടിട്ടുണ്ട്. ഇന്ന് തൂഫാൻ്റെ ക്യാമ്പയിൻ ചെയ്യുന്നതും അദ്ദേഹമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനോ അല്ലയോ അത് അവരോട് തന്നെ ചോദിച്ചാൽ മതി, അവർ പറയേണ്ടതാണ്. പിന്നെ നമ്മുടെ CPM-ന്റെ പല ക്യാമ്പയിനുകളും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ക്യാമ്പയിനും ചെയ്തത് നമ്മുടെ ഒടിയൻ ചേട്ടനാണ്. എന്നാൽ BJPയുടെ മെയിൻ ക്യാമ്പയിൻ ഹാൻഡിൽ ചെയ്തതും അതിൻ്റെ പുറകിലുള്ള എല്ലാവിധ കുത്തിത്തിരിപ്പും ഇറക്കിയത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഒടിയൻ ചേട്ടൻ്റെ ഓഫീസിൽ നിന്നാണ്. നമ്മുടെ ഒടിയൻ ചേട്ടൻ, ലാലേട്ടനല്ല കേട്ടോ, ഒടിയൻ ചേട്ടൻ. ആരാന്നറിയാലോ? തനി ഒടിയൻ്റെ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. രൂപം മാറിക്കൊണ്ട് എല്ലാ പാർട്ടി ഓഫീസുകളും, അല്ലെങ്കിൽ പാർട്ടി ഭേദമന്യേ എല്ലാവരുടെ ഓഫീസും കയറിക്കൊണ്ട് ഈ വെളുപ്പിക്കാൻ ഇറങ്ങുകയും ചിലരെ മാത്രം കൂടുതൽ വെളുപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം ക്യാരക്ടറുള്ള ഒടിയൻ ചേട്ടൻ അവിടെ നിൽക്കട്ടെ. ഈ ചേട്ടനാണ് ഇന്നത്തെ പ്രധാന വില്ലൻ എന്ന് നമ്മൾ വിചാരിക്കും. അല്ല, ഇതിൻ്റെ എല്ലാം പുറകിൽ വേറൊരു വില്ലനും കൂടിയുണ്ട്. ഇന്ന് പ്രത്യേക കഥാപാത്രത്തിൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ഈ ഒരു ചേട്ടനൊക്കെ തന്നെ ആയിരിക്കണം. ചിലപ്പോൾ ആയിരിക്കും, ചിലപ്പോൾ നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ സ്ട്രാറ്റജിക് കൺസൾട്ടൻ്റായിട്ട് കേരളത്തിൽ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ വരെ ഇൻഫ്ലുവൻസ് ഉള്ള, അല്ലെങ്കിൽ കേന്ദ്ര നേതാക്കളായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്ന ഈ പ്രത്യേക ചേട്ടന്മാരെ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് വരാഹിയായ കാരണം കൂടുതൽ ഇതിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. അതിനിടയിൽ നമ്മളുടെ പിഷാരടിയുടെ ഓഡിയോ ക്ലിപ്പ് ലീക്കായി. ഓഡിയോ ക്ലിപ്പ് ലീക്കാക്കി. കാരണം പാലക്കാട് എന്ന് പറയുന്ന സ്റ്റാർ മണ്ഡലത്തിൽ ഇന്നേ വരെ ഇവർക്ക് ഒരു സീറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ പാലക്കാട് നമ്മുടെ പിഷാരടി തോൽക്കേണ്ടതും പിഷാരടിക്ക് അവിടെ ഒരു ബ്ലാക്ക് മാർക്ക് വീഴേണ്ടതും ആദ്യം നമ്മുടെ മാങ്ങാണ്ടി ഒപ്പിച്ച പരിപാടി തന്നെയാണ് നമ്മുടെ പിഷാരടി ചേട്ടൻ ഒപ്പിച്ചതും എന്ന് സ്ഥാപിച്ചെടുക്കേണ്ടത് ഇവരുടെ അജണ്ടയാണ്. ഇതിൻ്റെ പുറകെ ഈ ഇടതുപക്ഷ ഹാൻഡിലുകളെല്ലാം തൂങ്ങിക്കോളും എന്ന് വിശ്വസിക്കുന്ന,
അല്ലെങ്കിൽ അതിന് സ്ക്രിപ്റ്റ് ചെയ്യപ്പെട്ട ഒരു കഥയാണ്. ഇന്ന് നമ്മളുടെ നാട്ടിലുള്ള മറ്റൊരു സാധനമാണ് മീഡിയ സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ മാധ്യമ സിൻഡിക്കേറ്റ്. എല്ലാ മാധ്യമങ്ങൾക്കും ഈ PR ക്യാമ്പയിൻസ് അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്രത്തിൻ്റെ PR ക്യാമ്പയിൻ്റെ ഫണ്ട് പോകുന്നതുകൊണ്ട് പല കാര്യങ്ങളും മിണ്ടാൻ പറ്റുന്നില്ല, പല കാര്യങ്ങളും സംസാരിക്കാൻ പറ്റുന്നില്ല. ഈ നടക്കുന്ന നാടകങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പ്രത്യേക ഐഡിയോളജിക്കൽ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ജാതി മത കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇതിൻ്റെ പുറകെ എനിക്കിനി തുരുതുര പണികൾ വന്നുകൊണ്ടിരിക്കും എന്നറിയാം. നമ്മൾക്ക് കാണാം കൂടുതൽ വീഡിയോകളും കൂടുതൽ ചർച്ചകളും കൂടുതൽ ലൈവുകളും കൂടുതൽ റീലുകളും കൂടുതൽ പോസ്റ്റുകളുമായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ സജീവമായി നിങ്ങളോടൊപ്പമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.